പിള്ളേരെല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂണിസ് സക്കറിയ. നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഭൂഗർഭജലം, ഭൂമിക്കുള്ളിലെ പാറക്കുള്ളിലൊക്കെ വരുന്ന ജലം കണ്ടെത്തുന്ന ഒരു സംവിധാനം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വയനാട് ജില്ലയിലെ ചുള്ളിയോട് കരടിപ്പാറയിൽ. സാറ് ഇവിടെ പട്ടാമ്പിയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം മുളയങ്കാവ് എന്നാണ് സ്വദേശം. സാറ് പേര് സേതുമാധവൻ. സാറേ, അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഞാനിതൊരു അപൂർവമായിട്ടാണ് കാണുന്നത്. ഈ കുഴൽ കിണറൊക്കെ അടിക്കുന്ന മറ്റുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ. പിന്നത് സൗത്ത് സൈഡിൽ നിന്നാണിത് സെർച്ച് ചെയ്യാൻ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റണ കാണിച്ചു തരും നമുക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്നുള്ളത്. മെഷീൻ സെർച്ച് ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് പോവുക. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാറയ്ക്ക് ഗ്യാപ്പുള്ള ഭാഗത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് നമ്മളത് മാർക്ക് ചെയ്യും. പിന്നെ ഡെപ്ത് സ്കാൻ ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഡെപ്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ആ ഡെപ്ത് സ്കാൻ ചെയ്യാൻ പോയിട്ട് നമ്മൾ 2 പോയിന്റ് ഒരു 15 മീറ്റർ 10 മീറ്ററിനുള്ളിൽ നടക്കുന്ന ഒരു ദൂരം നടക്കണം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ചെയ്യുക. ഇതിൽ വരുന്ന ഈ ഡെപ്ത് നമ്മുടെ ടാബിലേക്ക് നമുക്ക് എടുക്കും. ആ ടാബിൽ വന്നു കഴിഞ്ഞാൽ പിക്ചർ കാണിക്കും. വെള്ളത്തിന്റെ സോഴ്സ് എങ്ങനെയാണ്, എത്ര അടിയാണ്, വെള്ളത്തിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാ വിധത്തിലുള്ള റിപ്പോർട്ടും ഇത് കിട്ടും. ഇത് അമേരിക്കൻ ടെക്നോളജിയുടെ മെഷീനാണ്. ഇതിനു മുമ്പ് നടത്തിയത് ജർമ്മൻ ടെക്നോളജിയുടെ മെഷീനായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനാണ് ഇത്. ഈ മെഷീനാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 80% എനിക്ക് സക്സസ് കിട്ടുന്നുണ്ട്. മിനിമം 6 പോയിന്റെങ്കിലും എടുത്തതിന് ശേഷമാണ് മാർക്ക് ചെയ്തിട്ട് പാർട്ടിക്ക് കൊടുക്കുക. 80% സക്സസ് കിട്ടും. ഈ നീല കളർ കാണുന്ന ഉടനെ 90% വെള്ളത്തിനുള്ള സാധ്യത. അതിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് കാണും. അതിന്റെ മുകളിൽ അതിന്റെ 1 മീറ്റർ അളവിലുള്ള 3D പിക്ചർ കാണിക്കുന്നുണ്ട്. ആ പിക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ മാപ്പിംഗ് വരുന്നുണ്ട്. ആ മാപ്പിംഗും കൂടി നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിന് മാത്രമല്ല പിന്നെ അതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടും. വാട്ടർ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പാറയുടെ റോക്കിന്റെ സ്ട്രോങ് എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതിനുള്ള ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെയൊക്കെ നിലവിൽ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഒരു വയലേരിയ ആയതുകൊണ്ട് വെള്ള അപ്പൊ കിണർ കുത്തിയതിനു ശേഷമാണ് ഇത് കാണുന്നത്. അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ സാറേ? ഇപ്പൊ നമ്മൾ ഈ മാല കണ്ടല്ലോ, മാല കറക്കുന്ന ഒരു സംവിധാനം, അത് എന്തായിരുന്നു സംഭവം? ഇത് ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകതയിലാണ് അതിന്റെ RH റേഷ്യോ കൂടുതലുണ്ടാവും. അവർക്കാണ് ഇത് കൂടുതലുള്ള സാധ്യത. എല്ലാവർക്കും അത് കാണില്ല. പക്ഷെ മാല കൊണ്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട് എൻ്റെതായ. ആ കാൽക്കുലേഷൻ പ്രകാരം കിട്ടിയാൽ മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യില്ല. ഇത് എന്താണ് ഈ മാല? വെള്ളിയുടെ മാലയാണ്. വെള്ളിയുടെ മാല. ഇത് അത്ര പെട്ടെന്ന് ആരും ഉപയോഗിക്കാത്ത സാധനമാണ് വെള്ളിയെ കൊണ്ടുള്ള മാലയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണവും ബ്രാസുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. വെള്ളി ഉപയോഗിക്കുന്നത് അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ വെള്ളി കൊണ്ടുള്ള മാലയെ കൊണ്ടാണ് നോക്കുന്നത്. നമ്മളിപ്പോ മെഷീനിൽ നോക്കിയതിന് ശേഷമാണ് മെഷീനിൽ നോക്കിയിട്ട് അതൊരു 89 എനിക്ക് 90% ഓക്കെ ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിന് മാല കൊണ്ട് നോക്കുക. ആ മാല കൊണ്ട് നോക്കിയിട്ട് മാലയിലും കാൽക്കുലേഷൻ കൃത്യമായിട്ട് കിട്ടും, പോയിന്റും കിട്ടുകയാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. സാറ് അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും സർവീസിൽ? ഞാൻ അധ്യാപകനായിരുന്നു. 33 വർഷം അധ്യാപകനായിരുന്നു. കടമ്പ UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. ആ സമയത്ത് മാനുവലായിട്ട് നോക്കുക, മാലയെ കൊണ്ടൊക്കെ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 25 വർഷമായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഇതിലേക്ക് മാറിയത്. രണ്ടും കൊണ്ട് നോക്കിയതിന് ശേഷം ക്ലിയർ ആവുകയാണെങ്കിൽ മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്താന്നുള്ളത് പറയും. അല്ല, നോർമലായിട്ട് പലവിധ സംഭവങ്ങളുണ്ട്. ചിലരൊക്കെ ഒരു സംഭവം ഇങ്ങനെ വെച്ചിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ പലതും കാണാറുണ്ട്, പല സ്ഥലങ്ങളിൽ വെള്ളം കാണാറുണ്ട്, കാണാതിരിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സംവിധാനം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോഴാണ് മാലയെ കൊണ്ട് നോക്കും. ഓലയെ കൊണ്ട് നോക്കിയാൽ ഓലയെ കൊണ്ട് കാണിച്ചു തരും. പിന്നെ നാളികേരം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നാളികേരം ഒക്കെ കാണിച്ചു തരും. പക്ഷെ കാൽക്കുലേഷൻ മാലയിലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മാലയും കൊണ്ട് നോക്കി മെഷീനിൽ പോയിന്റ് എടുത്ത് ആ പോയിന്റ് മാലയിലും കൂടി കിട്ടിയാൽ മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് ചെയ്യില്ല. എന്തായാലും ഭൂഗർഭജലം, ഭൂമിക്ക് അടിയിലുള്ള ജലം, ഭൂമിൻ്റെ അടിയിലൊന്നും ജലമുണ്ട്, പക്ഷേ സ്പോട്ട് കണ്ടെത്തലാണ് പ്രയാസം. എന്തായാലും സാറ് ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ 80% സക്സസ് ആയിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അല്ലേ സാർ ഇപ്പം ഇതിൻ്റെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. ഇതിനോടനുബന്ധമായി ഇതുപോലുള്ള ഇനി വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കരടിപ്പാറ എന്നൊക്കെ പാറ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്,
അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ സാറ് നമ്പർ ഡീറ്റെയിൽ ഇതിൽ വീഡിയോയിൽ കൊടുത്തോട്ടെ. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. താങ്ക് യു. നടന്നു വരുന്ന സമയത്ത് മിഷൻ നമുക്ക് കാണിച്ചു തരും ഏത് ഭാഗത്തേക്കാണ് പോകണമെന്നുള്ളത്. ആ ഭാഗത്തേക്ക് പോകും. പാറയ്ക്ക് ഗ്യാപ്പുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ മിഷൻ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് മാർക്ക് ചെയ്യും. പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെപ്ത് എടുക്കാനുള്ള മറ്റേ പോയിന്റ് മാർക്ക് ചെയ്യാണ്. സ്കാനിങ് ആണ് പിന്നെ നടക്കുക. സ്കാനിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പോർട്ട് ടാബിൽ കിട്ടും. ടാബിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക്